ഹായ് ഓൾ, അനുവെഗി. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെഗ്മെൻറ്റിൻ്റെ വേറെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 ബയോളജി ചാപ്റ്റർ ലൈഫ് പ്രോസസ്സാണ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എനർജി ഫുഡ്സ്? നമ്മളുടെ ഓപ്ഷൻസ്: ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്, ബി പ്രോട്ടീൻസ് ആൻഡ് മിനറൽ സോൾട്സ്, ഓപ്ഷൻ സി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ആൻഡ് ലാസ്റ്റ് വൺ ഓപ്ഷൻ ഡി വാട്ടർ ആൻഡ് റഫേജ്. അപ്പോൾ ഇവൻ നമ്മൾ കുഞ്ഞ് ക്ലാസ്സിൽ തൊട്ട് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കണേ. അപ്പോൾ ഓർക്കുന്നുണ്ടോ നമ്മൾ എനർജി ഗിവിങ് ഫുഡ്സ് ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും, അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ്, ആൻഡ് നമുക്കുണ്ടായിരുന്നു പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ. ഇത് വാട്ടറും റഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്ററി ഫൈബർ എന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോൾ നമ്മളുടെ എനർജി ഗിവിങ് ഫുഡ്സ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും. അപ്പോൾ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ദ സെൽസ് ഓഫ് എ ലീഫ് ഈസ്. നമ്മൾ ചെറിയ ക്ലാസ്സിലും നമ്മൾ 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, നമ്മൾ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും അവരുടെ സെൽ ഓർഗനൽസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അവൻ നമ്മൾ ഈ ക്ലാസ്സിലും പഠിച്ചു അല്ലേ? അപ്പോൾ ഒരു പ്ലാന്റ് സെല്ലിൽ നമ്മളുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സൈറ്റ് അത് ഏത് സെൽ ഓർഗനലാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഓപ്ഷൻ നോക്കാതെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് പാർട്ട് ഏതായിരുന്നു? ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റ് ആണ് ദ സൈറ്റ് ഓഫ് photosynthesis in the leaf. So we are moving on to the next question. Which of the following events in the mouth cavity will be affected if salivary amylase is lacking in the saliva? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സ്റ്റാർച്ച് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു ഷുഗേഴ്സ്, പ്രോട്ടീൻ ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു എമിനോ ആസിഡ്സ്, അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻസ്, ഫാറ്റ്സ് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ സലൈവറി അമിലേസിൻ്റെ ഫംഗ്ഷനായിട്ട് പഠിച്ചത്? അമിലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബ്രേക്കിംഗ് ഡൗൺ സ്റ്റാർച്ച് ഇൻ ടു ഗ്ലൂക്കോസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സലൈവറി അമിലേസ് നമ്മുടെ മൗത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൈജഷൻ ഏതായിരുന്നു? ഇറ്റ് വാസ് ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ സ്റ്റാർച്ച് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു ഷുഗേഴ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആണ്. ആ ഒരു പ്രോസസ്സാണ് സലൈവറി അമിലേസ് ഇല്ലെങ്കിൽ നടക്കാതെ പോവുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a few drops of iodine solution are added to rice water, the solution turns blue-black in color. This indicates that rice water contains, അതായത് റൈസ് വാട്ടറിൽ ഫാറ്റ് ആണോ, കോംപ്ലക്സ് പ്രോട്ടീൻസ് ആണോ ഉള്ളത്, സ്റ്റാർച്ച് ആണോ, സിമ്പിൾ പ്രോട്ടീൻസ് ആണോ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും അയഡിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അയഡിൻ സൊല്യൂഷൻ നമ്മൾ ഒഴിച്ച് നമ്മൾ നോക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നടത്തുന്നതാണ് അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളർ, ഭയങ്കര ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു ബ്ലൂ ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ബ്ലൂ ബ്ലാക്ക് കളർ റൈസ് വാട്ടറിൽ അയഡിൻ തരുന്നതിൻ്റെ കാരണം എന്താണ്? റൈസ് വാട്ടർ റിച്ച് സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റൈസ് വാട്ടർ കണ്ടെയ്ൻസ് സ്റ്റാർച്ച്. ഓപ്ഷൻ സി. നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച പോർഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് ബൈ അനൈറോബിക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിലെ അനൈറോബിക് റെസ്പിറേഷനിൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, എഥനോൾ, കാർബൺ ഡൈ ഓക്സൈഡ്, എനർജി. അപ്പോൾ നമ്മൾ ഓർക്കണം ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അനൈറോബിക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും കണ്ടിട്ടുണ്ട്. പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്റ്റിലെ ഫെർമെൻറ്റേഷൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത്, എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും കിട്ടുന്നത്. ഇനി ഇതേപോലെ അനൈറോബിക് റെസ്പിറേഷൻ ഇൻ ആനിമൽസ് അല്ലെങ്കിൽ അനിമൽ സെൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ മസിൽ സെൽസിൽ നമുക്ക് മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവുന്നത് ഒരു വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ സമയത്ത്. അപ്പോൾ അനിമൽ ടിഷ്യൂസിലെ കാര്യം, അനിമൽ സെല്ലിലെ കാര്യം ചോദിച്ചെങ്കിൽ അത് ലാക്റ്റിക് ആസിഡ് ആണ്. പ്ലാന്റ് സെല്ലിൽ അല്ലെങ്കിൽ ഈസ്റ്റിൽ ഫെർമെൻറ്റേഷനൊക്കെ ചോദിക്കുന്നെങ്കിൽ അത് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയാണ്. അനൈറോബിക് റെസ്പിറേഷൻ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ പോസ് ഇൻ ദ ലീഫ് ത്രൂ വിച്ച് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്സ് പ്ലേസ്.
നോക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ നമ്മുടെ പ്ലാന്റ്സിലെ ഏത് പോസിൽ കൂടെയാണ് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കാം? സ്റ്റോമീറ്റർ. ഓപ്ഷൻ ഡി സ്റ്റോമീറ്റർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഇസ്. നമ്മളുടെ ഹ്യൂമൻ ബീങ്സിലെ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഏതാണ്? റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ ഏതെങ്കിലും ഒരു പിഗ്മെൻ്റ് ആണ് ക്യാരി ചെയ്യുന്നതെന്ന് പഠിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനകത്ത് ഹീമോഗ്ലോബിൻ. അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെന്റ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ഇൻ ഫ്ലോയം ഇസ് കോൾഡ്. മക്കളെ ടെക്സ്റ്റ് ബുക്ക് നല്ല തരവായിട്ട് വായിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ ഫ്ലോയം ഈസ് കോൾഡ് ഓർ ഇറ്റ് ഈസ് ടേംഡ് ആസ് ട്രാൻസ്ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്ലൊക്കേഷൻ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ട്രാൻസ്ലൊക്കേഷൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ട്യൂബ് വിച്ച് കണക്ട്സ് ദ കിഡ്നീസ് ടു ദ യൂറിനറി ബ്ലാഡർ. നമ്മൾ ഈ ഡയഗ്രം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഡയഗ്രം ചുമ്മാ വരയ്ക്കാനായിട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇന്നതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈ പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരികയെന്ന്. പക്ഷേ ശരിക്കും ചിലപ്പോൾ പറയുക ഈ ഒരു പാർട്ടും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്ന ശരീരത്തിലെ ഒരു അവയവവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഫങ്ഷൻസ് തന്ന നേരെ തിരിച്ചും, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ട്രിക്കി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്ന പോർഷൻസ് വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് കിഡ്നിയെയും യൂറിനറി ബ്ലാഡറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഏതാണെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എളുപ്പത്തിന് ഒരു ഡയഗ്രം തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അതിലേതാ? കിഡ്നിയെയും ബ്ലാഡറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് യൂറിറ്റർ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി യൂറിറ്റർ ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, the procedure used for cleaning the blood of a person by separating urea from it is called. അത് ആർട്ടിഫിഷ്യൽ കിഡ്നി ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചേക്കുന്നത്. അതായത് നമ്മുടെ കിഡ്നി അല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ ഹെൽപ്പിൽ നമ്മുടെ ബ്ലഡിൽ നിന്ന് യൂറിയ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓസ്മോസിസ് ആണോ? ഓസ്മോസിസ് എന്തായിരുന്നു? ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ്സ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആയിരുന്നു. ഫിൽട്രേഷൻ നമ്മളുടെ കിഡ്നിയിൽ നെഫ്രോൺസിൽ നടക്കുന്നതാണ് അല്ലേ? ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ മാമൽസിലും ബേർഡ്സിലും ഒക്കെ 4 ചേമ്പേർഡ് ഹാർട്ടുള്ള ജീവികളിൽ നടക്കുന്ന തരം സർക്കുലേഷൻ ആയിരുന്നു ഡബിൾ സർക്കുലേഷൻ. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡയാലിസിസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ ആ ഒരു സെയിം പ്രോസസ്സ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഓപ്ഷൻ സി ഡയാലിസിസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ചീഫ്ലി ഡൈജസ്റ്റഡ് ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിലെ ഡൈജഷൻ, അപ്പോൾ സ്റ്റൊമക്കിൽ ശരിക്കും എന്താണ് നമ്മൾ പഠിച്ചോർക്കുന്നുണ്ടോ? സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്നു നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ്. അതിനകത്തുള്ള മെയിൻ ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത് ദ എൻസൈം പെപ്സിൻ ആയിരുന്നു. പിന്നെ ഉള്ളത് മ്യൂക്കസും ഹൈഡ്രോക്ലോറിക് ആസിഡും ആയിരുന്നു. അപ്പോൾ പെപ്സിൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എന്തിനെയായിരുന്നു? പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരുന്നു പെപ്സിനുള്ളത്. അപ്പോൾ ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക് അവിടെ എന്തിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? ഒബിയസ്ലി പ്രോട്ടീൻസിനെ. അപ്പോൾ ഓപ്ഷൻ ബി പ്രോട്ടീൻസ്. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം വെയർ നോ ഡൈജഷൻ ടേക്സ് പ്ലേസ്. നമ്മൾ അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഓരോ പാർട്ട് കൺസിഡർ ചെയ്ത് നോക്കണം. അതിൽ ഡൈജഷൻ നടക്കുന്നൊന്നും ഇല്ലാത്ത ഒരു പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇലിയം. ഇലിയം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പഠിക്കില്ലേ? അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ തുടങ്ങുന്നിടം തൊട്ട് ആ തുടക്ക ഭാഗത്തിന് നമ്മൾ ഡിവോഡിനം എന്ന് പറയും. ദെൻ അതിൻ്റെ കുറച്ച് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ബാക്കി സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടിനെയാണ് നമ്മൾ ഇലിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇലിയത്തിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്, ഒബിയസ്ലി ഉണ്ട്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. സ്റ്റൊമക്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നുണ്ട്. മൗത്ത് അടുത്ത ഓപ്ഷൻ. മൗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൈജഷൻ ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണെന്ന്. ദെൻ അടുത്തത് ഓപ്ഷൻ ഡി ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൽ നമ്മൾ ആകെപ്പാടെ ഒരു ഇത് പഠിച്ചു വയ്ക്കുന്നത് പെരിസ്റ്റാൾസിസ്, ആ ഒരു മൂവ്മെൻറ്റ് വഴി, ആ ഒരു ഓൾട്ടർനേറ്റീവ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ മൂവ്മെൻറ്റ് ഓഫ് ദ വാൾസ് അസോസിയേറ്റഡ് ഇൻ ദ അലിമെൻ്ററി കനാലിലെ ആ വാൾസിൽ ആ ഉള്ള ഒരു കൺട്രാക്ഷൻ റിലാക്സേഷൻ മൂവ്മെൻറ്റ് വഴി ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ ഫുഡിനെ മുമ്പോട്ട് മൂവ് ഫോർവേഡ് ആ ഒരു ഫങ്ഷൻ മാത്രമാണ് നമ്മൾ ഫുഡ് പൈപ്പിന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഡൈജഷൻ ഒന്നും നടക്കുന്നില്ലാത്ത എലമെൻ്ററി കനാലിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസോഫാഗസ്, ഓപ്ഷൻ ഡി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റെസ്പിറേഷൻ എയർ പാസസ് ത്രൂ. റെസ്പിറേഷനിൽ എയറിൻ്റെ പാസേജ്, ആ ഒരു പാത്വേ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം എയർ എടുക്കുന്നത് നേസൽ ക്യാവിറ്റിയിൽ നിന്ന് പിന്നെ നമ്മളുടെ ആ ഒരു കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ ഫാരിങ്സിലെത്തും. ദെൻ അവിടെ നിന്ന് ലാരിങ്സ്, നമ്മളുടെ വോയിസ് ബോക്സ്, അവിടെ നിന്ന് നമ്മളുടെ ട്രക്കിയ അല്ലെങ്കിൽ വിൻ പൈപ്പിൽ കൂടെ പോയി ദെൻ രണ്ടായിട്ട് ട്രക്കിയ ഡിവൈഡ് ചെയ്യാണ്, രണ്ട് ബ്രോങ്കസ് അല്ലേ. ദെൻ അവിടെ നിന്ന് ഫർദറായിട്ട് വീണ്ടും ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന ബ്രോങ്കസിനെ ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നു. ദെൻ അതെല്ലാം അവസാനം ചെന്ന് അവസാനിക്കുന്നത് ഓരോ എയർ ലൈക്ക് ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിലെ ആൽവിയോളസിൽ. അപ്പം ആ ഒരു പാത്വേ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ മനസ്സിലാവും ഓപ്ഷൻ ബി, നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് പാത്വേ നമ്മളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കുക. ദെൻ നമ്മുടെ ഓപ്ഷൻസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് എലിമെൻ്ററി കനാൽ റിസീവ്സ് ബൈൽ ഫ്രം ദ ലിവർ. അപ്പോൾ ലിവറിൻ്റെ സെക്രീഷൻ ആയിട്ടുള്ള ബൈൽ ജ്യൂസിനെ ഈ നമ്മുടെ അലിമെൻ്ററി കനാലിൽ ഏത് പാർട്ടിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പോൾ ശരിക്കും നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് പാൻക്രിയാറ്റിക് ജ്യൂസും നമ്മളുടെ ലിവറിൻ്റെ സെക്രീഷൻസും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ശരിക്കും ബൈലിനെ സ്വീകരിക്കുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. ബൈലിൻ്റെ ഫംഗ്ഷനൊക്കെ ഓർക്കുന്നുണ്ടാവും. രണ്ട് ഫംഗ്ഷനാണ് നമ്മൾ ബൈൽ ജ്യൂസിന് പഠിച്ചത്. ഒന്ന് ആൽക്കലൈൻ മീഡിയം, പാൻക്രിയാറ്റിക് ജ്യൂസിന് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു ആൽക്കലൈൻ മീഡിയം വേണം. അപ്പോൾ ആ ഒരു ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത് ബൈൽ ജ്യൂസ് ആയിരുന്നു. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷനായിരുന്നു എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, അതായത് വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ സ്മോളർ വൺസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിജൻ ലിബറേറ്റഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് കംസ് ഫ്രം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ 3 ഇവൻറ്റ്സ് പഠിച്ചു ഫോട്ടോസിന്തസിസിൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ നമ്മുടെ വാട്ടർ മോളിക്യൂൾസിനെ രണ്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വാട്ടർ മോളിക്യൂൾസിനെ. എന്നിട്ട് ആ ഹൈഡ്രജൻ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് C6H12O6 ഗ്ലൂക്കോസ് കിട്ടിയിരുന്നത്. അപ്പോൾ ആ വാട്ടർ മോളിക്യൂളിനകത്ത് നിന്നുള്ള ഹൈഡ്രജനാണ് എങ്ങോട്ട് പോയത്? കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പോയത്. ആ ഓക്സിജനാണ് ശരിക്കും ആ ഒരു സമയത്ത് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും ഓക്സിജൻ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഫോട്ടോസിന്തസിസിൽ ലിബറേറ്റ് ചെയ്ത ഓക്സിജൻ വരുന്നത് ആ വാട്ടർ മോളിക്യൂൾസിൽ നിന്നാണ്. അപ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കിയാലേ നമുക്കിത് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വാട്ടർ ആണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ സ്റ്റൊമേറ്റൽ പോർ ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ നമ്മുടെ സ്റ്റൊമേറ്റയുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള മേജർ കണ്ടൻസ് 2 ഗാർഡ് സെൽസ് ആയിരുന്നു. അപ്പോൾ ഈ ഗാർഡ് സെൽസിലുള്ള വെള്ളത്തിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റൊമേറ്റോ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? വാട്ടർ ഇൻ ദ ഗാർഡ് സെൽസ്. മറന്നു പോകരുത് കേട്ടോ. ഓപ്ഷൻ സി, വാട്ടർ ഇൻ ദ ഗാർഡ് സെൽസ്. ദെൻ നമ്മൾ ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് കാണാൻ പോവാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പം ജസ്റ്റ് ഞാനത് വായിക്കണം. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റീസൺ. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ അസേർഷനും റീസണും കറക്റ്റാണ് ആൻഡ് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത്. അതാണ് യൂഷ്വലി ഓപ്ഷൻ എ. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കണം കേട്ടോ. ദെൻ രണ്ടാമത് വരെ യൂഷ്വലി അസേർഷനും റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. മൂന്നാമത് വരുന്ന ചോയ്സ് എന്ന് പറയുന്നത് അസേർഷൻ കറക്റ്റാണ്, റീസൺ തെറ്റാണ്. ദെൻ അടുത്തത് അസേർഷൻ കറക്റ്റാണ്, അതേസമയം അസേർഷൻ ഇൻകറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസാണ് വരിക. സോ നമുക്ക് അടുത്ത 2 അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, വെൻ എയർ ഇസ് പാസ് ത്രൂ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. നമ്മൾ എയറിനെ നമ്മൾ ലൈം വാട്ടർ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ ലൈം വാട്ടർ മിൽക്കി ആയിട്ട്, അതായത് ജസ്റ്റ് വൈറ്റിഷ് കളർ വരും. അതിൻ്റെ റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്, എയർ കണ്ടെയ്ൻസ് 78% നൈട്രജൻ ആൻഡ് 21% ഓക്സിജൻ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എയറിൻ്റെ കോമ്പോസിഷൻ പറഞ്ഞ വാല്യൂ കറക്റ്റാണ്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ ആ ഒരു റീസൺ അല്ല നമ്മുടെ ആദ്യത്തെ അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർ ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യുമ്പം അത് ടേൺസ് മിൽക്കി ആവുന്നതിൻ്റെ റീസൺ എന്താണ്? കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഓൾസോ കറക്റ്റ്, ബട്ട് റീസൺ ഈസ് നോട്ട് ദ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് വരിക ആൻസർ ആയിട്ട് കേട്ടോ. അടുത്ത അസേർഷൻ ഇതാണ്, വെയിൻസ് ഹാവ് തിൻ വാൾസ് ടു കളക്ട് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് ഓർഗൻസ്.
ഓരോ ഓർഗൻസിലേക്കും ബ്ലഡ് കൊണ്ട് കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകാനായിട്ട് കളക്ട് ചെയ്യുന്ന ബ്ലഡ് വെസലായിരുന്നു വെയിൻ. അപ്പോൾ ആ വെയിൻസിന് തിന്നർ വാൾസ് ആണുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അസേഷൻ കറക്റ്റാണ്. റീസൺ, ബ്ലഡ് ഇൻ വെയിൻസ് ആർ നോട്ട് അണ്ടർ പ്രഷർ. സത്യമാണ്. നമ്മൾ ആർട്ടറീസിൽ ഹൈ പ്രഷറിലാണ് നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്ത് വിടുക. കാരണം ഈ ഒരു പ്രഷറിൽ പോയിട്ട് വേണം എല്ലാ ബോഡി ഓർഗൻസിലും എത്താനായിട്ട്. പക്ഷേ അവിടുന്ന് തിരിച്ചു വരാനായിട്ട് പ്രത്യേകിച്ച് പ്രഷറൊന്നുമില്ലാതെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുക. അപ്പോൾ ശരിക്കും ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അസേഷനും കറക്റ്റാണ്. അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ റീസൺ ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഈ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റിൻ്റെ ആൻസർ. ദെൻ നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോവുകയാണ്. ദ ഡാഷ് ഈസ് വെയർ ദ റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് പാസേജ് കം ടുഗദർ. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചിരുന്നു. നമ്മളുടെ റെസ്പിറേറ്ററി പാസേജിൻ്റെയും ഡൈജസ്റ്റീവ് പാസേജിനും കൂടെ കോമൺ ആയിട്ടുള്ള ഒരേ ഒരു പാർട്ടാണ് നമ്മളുടെ ബോഡിയിലുള്ളത്. അതിവിടെ ഫാരിങ്സ് ആണ് കേട്ടോ. ഫാരിങ്സ് എന്ന് പറയുന്നത് കോമൺ പാസേജ് ഫോർ ബോത്ത് റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് ട്രാക്ട് ആണ്. അപ്പോൾ ആൻസർ ഫാരിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the process in which the digestive food passes through the intestinal wall into blood stream is called. അപ്പോൾ നമ്മുടെ ഡൈജഷനിൽ നമ്മൾ ആ ഒരു എന്താണ് നമ്മളുടെ ന്യൂട്രീഷൻ പ്രോസസ്സ് പഠിച്ചപ്പോൾ നമ്മൾ 5 സ്റ്റെപ്പാണ് പഠിച്ചത്. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജഷൻ. അപ്പം ഇവിടെ പറഞ്ഞ എന്താണ്, ദ പ്രോസസ് ഇൻ വിച്ച് ദ ഡൈജസ്റ്റഡ് ഫുഡ് പാസസ് ത്രൂ ദ ഇൻറ്റസ്റ്റൈനൽ വാൾ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അതെന്താണ്? അബ്സോർപ്ഷനാണ്. നമ്മൾ വില്ലേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? വി വേ അബ്സോർബിങ് ദ ന്യൂട്രിയൻസ്, ദ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് ഇൻ ടു അവർ ബ്ലഡ് സ്ട്രീം. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ പേര് അബ്സോർപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ബ്രീതിങ് ഇൻ ഡാഷ് ആനിമൽസ് ഇൻ മച്ച് ഫാസ്റ്റർ ദാൻ ഇൻ ഡാഷ് ആനിമൽ. നമ്മൾ റെസ്പിറേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ അക്വാട്ടിക് ആനിമൽസിൻ്റെ റേറ്റ് ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മളെപ്പോലുള്ള ടെറസ്ട്രിയൽ ആനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ കൂടുതലായിരിക്കും. വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മളുടെ വെള്ളത്തിലുള്ള ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അളവ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അവർ കൂടുതൽ തവണ റെസ്പിറേഷൻ ആ ഒരു ബ്രീത്തിങ് പ്രോസസ്സ് നടത്തിയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അക്വാട്ടിക് ആനിമൽസിൻ്റെ ബ്രീതിങ് റേറ്റ് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആനിമൽസിൻ്റെ ബ്രീതിങ് റേറ്റിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഫാസ്റ്റർ ആയിരിക്കും. കിട്ടിയോ? അപ്പോൾ നമ്മുടെ ആൻസർ, ദ റേറ്റ് ഓഫ് ബ്രീതിങ് ഇൻ അക്വാട്ടിക് ആനിമൽസ് ഇസ് മച്ച് ഫാസ്റ്റർ ദാൻ ഇൻ ടെറസ്ട്രിയൽ ആനിമൽസ്. ദെൻ അടുത്ത് നമ്മളൊരു മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇത്രേ ഉള്ളൂ. ചില നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ അലിമെൻ്ററി കനാലിലെ കുറച്ച് പാർട്ട് തന്നിട്ടുണ്ട്. അവിടെ സെക്രീറ്റഡ് ആവേണ്ട അവിടെയുള്ള കുറച്ച് എൻസൈംസ് അല്ലെങ്കിൽ സെക്രീഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രോപ്പർ ഏത് പാർട്ടാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ വെച്ചിട്ട് നമ്മളത് മാച്ച് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. റീജിയൻ ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം മൗത്ത് വന്നിട്ടുണ്ട്. മൗത്തിലെ ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചേക്കുക. ഇതിനകത്ത് നോക്കുമ്പോൾ മൗത്തിലുള്ളത് സലൈവറി ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവ. അപ്പോൾ എ വിൽ ബി മാച്ചിങ് ടു ഫോർത്ത് വൺ. ബി സ്റ്റൊമക്ക് ആണ്. സ്റ്റൊമക്കിൽ നമ്മുടെ ഏതാണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്. അപ്പോൾ ബി മാച്ച് ചെയ്യുന്നത് മൂന്നാമത്തെ ഗ്യാസ്ട്രിക് ജ്യൂസിലേക്ക്. ദെൻ സി ഡുവോഡിനം. ഡുവോഡിനത്തിലേക്ക് ഓപ്പൺ ആവുന്ന ഡിയോഡിനം ഏതാണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ട്, ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള തുടക്കം പാർട്ട്. ഡുവോഡിനത്തിലേക്കാണ് പാൻക്രിയാസ് അതിൻ്റെ സെക്രീഷൻസ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഡുവോഡിനത്തിൽ ഉള്ളത് ഏതാണ്? പാൻക്രിയാറ്റിക് ജ്യൂസ്. ദെൻ ലാസ്റ്റ് വൺ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇൻറ്റസ്റ്റൈനൽ വാൾസിൽ ചെറിയ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് ഉണ്ട്. അവരും ഡിഫറെൻറ്റ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് പ്രസൻറ്റ് ചെയ്യുന്നത് ഡുവോഡിനത്തിൽ കേട്ടോ. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്കത്തിന് നമ്മൾ ഡുവോഡിനം എന്ന് പറയും. ഡുവോഡിനത്തിലല്ല, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡുവോഡിനം എന്ന് പറയും. അതിൻ്റെ ബാക്കിയുള്ള ഫെർദർ പാർട്ടിന് നമ്മൾ ഇലിയം എന്നും പറയും കേട്ടോ. ആ ഒരു 2 ടേംസ് ഓർത്തിരിക്കണം. ജസ്റ്റ് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് ഒരു ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻ ആണ്. Carbohydrates are the components of our food which is digested by an enzyme which is present in saliva as well as in pancreatic juice. Okay. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡൈജഷൻ അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ എവിടെയൊക്കെ വെച്ച് നടക്കുന്നതാണ് നമ്മൾ പഠിച്ചതിനകത്ത് നമ്മൾ പറഞ്ഞു. ആദ്യം സലൈവറി അമിലേസ്. അപ്പോൾ മൗത്തിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു അമിലേസ്, നമ്മൾ പറഞ്ഞാൽ അമിലേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചിൻ്റെ ഡൈജഷനാണ്. പിന്നെ കണ്ടത് പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോമെറുലസ് ആക്ട്സ് ആസ് എ ഡയാലിസിസ് ബാഗ്.
അപ്പോൾ നമ്മൾ ആ ഗ്ലോമർലെസ് എന്ന് പറഞ്ഞ ആ ഒരു പാർട്ട് നമ്മൾ കണ്ടപ്പോൾ ഓർക്കുന്നുണ്ട് അല്ലേ? അവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഡയാലിസിൻ്റെ ഒരു ബാഗ് പോലെ ആക്ട് ചെയ്യുകയാണ്. ആ ബാഗിൽ നിന്ന് എല്ലാം ഫിൽട്രേറ്റ് ഇങ്ങനെ ഊറി ഇറങ്ങുകയാണ്. അപ്പം ശരിക്കും ഈ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. അടുത്തത്, റിങ്സ് ഓഫ് കാർട്ടിലേജ് ആർ പ്രസൻറ്റ് ഇൻ ദ വിൻഡ് പൈപ്പ് ടു ഇൻഷുർ ദാറ്റ്. നമ്മൾ ട്രക്കിയിൽ നമ്മുടെ വിൻഡ് പൈപ്പിൽ റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ പഠിച്ചത്? നമ്മൾ ഇപ്പോൾ ഈ ഒരു വിൻഡ് പൈപ്പിൽ എയറിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും അത് കൊളാപ്സ്ഡ് ആയി പോവാതിരിക്കാനായിട്ട്, അതായത് ചുളുങ്ങി പോവാതിരിക്കാൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ടു എൻഷുർ ദാറ്റ് ദ എയർ പാസേജ് ഡസ് നോട്ട് കൊളാപ്സ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. കേട്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് 4 ചേംബേർഡ് ഹാർട്ട്? അപ്പോൾ 4 ചേംബേർഡ് ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ സർക്കുലേഷൻ്റെ ഒക്കെ നീഡാണ് ചോദിക്കുക. അപ്പോൾ ശരിക്കും ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നടക്കുന്നത് നമ്മൾ 4 ചേംബേഴ്സ് ഉള്ള നമ്മുടെ ബേർഡ്സിലും മാമൽസിലൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സെഗ്രിഗേഷൻ എൻഷുർ ചെയ്യാനായിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സെഗ്രിഗേഷൻ എൻഷുർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഹാർട്ടിൻ്റെ സെൻറ്റർ പോർഷൻ, ആ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് സെപ്റ്റം അല്ലേ? സെപ്റ്റം വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും പാർട്ടുകൾ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കാണ്. ഒരിക്കലും ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ മിക്സ്ഡ് ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ശരിക്കും ആ ഒരു എന്തിനാണ് അങ്ങനെ മിക്സ് ആവാതിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്കങ്ങനെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജിയുടെ നീഡ് എന്തായിരുന്നു? നമ്മളൊക്കെ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. അതായത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടേ അല്ലായിരിക്കുക. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം എനർജി എക്സ്പെൻഡിച്ചർ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഓക്സിജനേറ്റഡ് ബ്ലഡും മിക്സ് ആവാതെ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 4 ചേംബേർഡ് ഹാർട്ട് ഡിസൈൻഡ് ആയിരിക്കുന്നത്. ദെൻ നമ്മൾ എൻ്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കോണം കേട്ടോ നമ്മുടെ സ്ലൈഡിൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഈ സ്റ്റൊമേറ്റയും അമീബയുടെ ന്യൂട്രീഷനും ഒക്കെ ചോദിക്കാറുള്ളതാണ്, 5 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഡ്രോ എ ഡയഗ്രാം ടു ഷോ ഓപ്പൺ സ്റ്റൊമേറ്റർ പോൾ ആൻഡ് ലേബൽ ഓൺ ഇറ്റ്. ചിലപ്പോൾ ചോദിക്കുന്നത് ഓപ്പണും ക്ലോസും 2 സ്റ്റൊമേറ്റർ വരയ്ക്കാനായിട്ടാണ് കേട്ടോ. ദെൻ അതിനകത്ത് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഗാർഡ് സെൽസും ക്ലോറോപ്ലാസ്റ്റും. ദെൻ ആ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ടാണ് സ്റ്റേറ്റ് 2 ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമേറ്റ. തേർഡ് പാർട്ട്, ഹൗ ഡു ഗാർഡ് സെൽസ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റൽ പോൾ. അപ്പം നിങ്ങൾ ഡയഗ്രാം കണ്ടല്ലോ. ഡയഗ്രത്തിനകത്ത് ഓപ്പൺ സ്റ്റൊമേറ്റയും ക്ലോസ്ഡ് സ്റ്റൊമേറ്റയും കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഗാർഡ് സെൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ കേട്ടോ. എല്ലാം കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ദെൻ ഇതിൻ്റെ രണ്ടാമത്തെ പോർഷൻ എന്തായിരുന്നു? സ്റ്റേറ്റ് ദ 2 ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റയുടെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് ഓർക്കുന്നില്ലേ? 2 ഫംഗ്ഷനാണ് മെയിനായിട്ട്. ഒന്ന് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഗ്യാസസ് ഉണ്ടായിരുന്നു. ദെൻ വാട്ടർ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ നടക്കുന്നതും സ്റ്റൊമേറ്റയിൽ കൂടെ ആയിരുന്നു. ദെൻ സ്റ്റൊമേറ്റയിൽ കൂടെ ഉള്ള ഈ ഗാർഡ് സെൽസിലെ വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും സ്റ്റൊമേറ്റ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിലധികം വെള്ളം ഉള്ളപ്പം ഈ ഗാർഡ് സെൽസിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ ഗാർഡ് സെൽസ് നന്നായിട്ട് ബൾജ് ചെയ്ത് ആ ഒരു കർവ്ഡ് ഷേപ്പിലിരിക്കും. അപ്പോൾ സ്റ്റൊമേറ്റ ഓപ്പൺ ആയിരിക്കും. ദെൻ അപ്പോൾ ആ ഒരു സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻടേക്കൊക്കെ എടുക്കും. അതേസമയം നമുക്ക് വെള്ളം കുറവാണ് പ്ലാന്റ് സെൽസിൽ. അങ്ങനെയാണെങ്കിൽ സ്റ്റൊമേറ്റ വെള്ളമെല്ലാം നഷ്ടപ്പെട്ട് ഷ്രിങ്ക് ചെയ്ത് അങ്ങ് സ്ട്രെയിറ്റ് ആയിപ്പോവും. അപ്പോൾ ആ സ്റ്റൊമേറ്റൽ പോറും ക്ലോസ് ആയിപ്പോവും. ഇങ്ങനെയാണ് സ്റ്റൊമേറ്റ ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിങ്ങനെ ഓരോന്നും പറയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡയഗ്രാംസും പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ നമ്മൾ ഇട്ടേക്കുന്നത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ചിലപ്പോൾ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഡയഗ്രത്തിൽ നമുക്ക് ഡയഗ്രാം തന്നിട്ട് ചില പാർട്സ് ഇങ്ങനെ ABC എന്നിങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ പാർട്സ് ഏതാണ്, ദെൻ അവിടുത്തെ ഫംഗ്ഷൻ എന്താണെന്നായിരിക്കും ചോദിക്കുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ചില ഫങ്ഷൻസ് തന്നിട്ട് ഈ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ പാർട്ട് ഏതാണെന്ന് നമുക്ക് തിരിച്ച് ചോദിക്കാം. ലൈക്ക് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഞാൻ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഓർക്കാണ്. നമ്മൾ പെപ്സിനും ട്രിപ്സിനും 2 പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പേര് നമുക്ക് ഏകദേശം ഭയങ്കര സിമിലർ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പെപ്സിനും ട്രിപ്സിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ പെപ്സിനും ട്രിപ്സിനും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും?
പെപ്സിനും ട്രിപ്സിനും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് ആണ്. പക്ഷേ പെപ്സിൻ എവിടെയാണ് സെക്രീറ്റഡ് ആവുന്നത്? ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് ഉണ്ടാവും. ട്രിപ്സിനാണെങ്കിൽ പാൻക്രിയാസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പെപ്സിനാണെങ്കിൽ ആസിഡിക് മീഡിയത്തിലേ ആക്ട് ചെയ്യുള്ളൂ, ട്രിപ്സിനാണെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിലേ ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കൊടുക്കുക. പക്ഷേ പലയിടത്തായി കൊടുത്തിരിക്കുന്ന പല ഫാക്റ്റുകൾ തമ്മിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്കിങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ കണ്ടോ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഓരോ പാർട്സും അതിൻ്റെ ഓരോ ഫങ്ഷൻസും ദെൻ ഇതിൻ്റെ പാത്വേ ആ ഒരു കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടുന്ന് ഓക്കെ നേസൽ ക്യാവിറ്റിയിൽ നിന്ന് എയർ എങ്ങോട്ടാണ് പോകുന്നത്, ദെൻ അവിടെ നിന്ന് എങ്ങോട്ടാണ്, അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ഈ പറയുമ്പോൾ ഡയഗ്രാം കാണിക്കുമ്പോൾ ഈ ഒരു ഡയഗ്രാം മാത്രമല്ല, ഇതുപോലെ ഓരോ ഡയഗ്രാംസും ഓരോ സിസ്റ്റംസും നമ്മളിങ്ങനെ നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ദെൻ അതുപോലെ തന്നെ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഹാർട്ടിൻ്റെ. അപ്പോൾ അതായത് ഇവിടെ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ഒക്കെ കാണിച്ച് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എക്സ്ചേഞ്ച് ആണ്, എന്തിൻ്റെയൊക്കെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നതെന്നൊക്കെ നോട്ട് ചെയ്യാനായിട്ട്. ദെൻ അതുപോലെ തന്നെ അമീബയുടെ ന്യൂട്രീഷൻ നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ ന്യൂട്രീഷൻ്റെ സ്റ്റെപ്സ് കാണാനായിട്ടും ഒക്കെ നമ്മൾ ആ ഒരു ഈവൻ അമീബയുടെ ന്യൂട്രീഷനും നമുക്ക് ഈ എല്ലാ സ്റ്റെപ്സും ഉണ്ട് കേട്ടോ. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ ആൻഡ് ഇജഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കി നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് മിസ്സാവുന്നതെന്ന് മനസ്സിലാക്കി അടുത്ത തവണ അങ്ങനെ ആ ഓരോ പ്രോബ്ലംസും റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് ഒരുപാട് സമയം മുമ്പോട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മളിത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം, അങ്ങനെ അല്ലാത്തവർക്ക് സമയം പ്രോപ്പറായിട്ട് കൺസ്യൂം ചെയ്യാത്തവർക്ക് ഒരിക്കലും സമയം തികയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പോർഷൻസും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗുഡ് ഡേ.